ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മവിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ധർമ്മത്തെക്കുറിച്ചായിരുന്നു, സനാതന ധർമ്മത്തെക്കുറിച്ച്. സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ചിരപുരാതന നിത്യനൂതന ഇതി സനാതന. ചിരപുരാതനമാണ്, നിത്യനൂതനവുമാണ്. അതാണ് സനാതനം. ആ സനാതനമായിരിക്കുന്ന ധർമ്മം എന്താണ്? നമ്മൾ ധർമ്മം ആചരിക്കുവാനുള്ളതാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ധർമ്മം ആചരിക്കണമെങ്കിൽ ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്താണ് ധർമ്മം? ഇംഗ്ലീഷിൽ അതിനൊറ്റ വാക്കേ ഉള്ളൂ, ഡ്യൂട്ടി. അവനവനിൽ നിക്ഷിപ്തമായ കർത്തവ്യ കർമ്മം. പക്ഷെ അതുകൊണ്ട് ധർമ്മത്തിന് വ്യാഖ്യാനം പൂർണ്ണമാകുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് ധർമ്മം? ഋഗ്വേദത്തിൽ 1-ാം മണ്ഡലത്തിൽ 15-ാമത്തെ സൂക്തം 22-ാമത്തെ മന്ത്രം, അതായത് വിഷ്ണു സൂക്തം പറയുന്നത് ത്രീണി പദാ വിചക്രമേ വിഷ്ണുർ ഗോപ അതാഭ്യഹ അതോ ധർമാണി ധാരയൻ. വിശ്വത്തെ ധരിച്ച് ഭദ്രമായി നിലനിർത്തുന്നതാണ് ധർമ്മം. ഈ ലോകത്തെ ധരിച്ചിരിക്കുന്നതാണ് ധർമ്മം. ഈ ധർമ്മത്തിന് ധാരണ ധർമ്മമിത്യാഹു ധരതി ലോകാൻ ത്രിയതേ പുണ്യാത്മഭിർവ യതോ അഭ്യുദയ നിശ്രേയസ സിദ്ധി സ ധർമ്മ ചോദനാത് ലക്ഷണാർത്ഥോ ധർമ്മ ജഗതസ്ഥിത കാരിണം പ്രാണിനം സാക്ഷാൽ അഭ്യുദയ നിശ്രേയ ഹേതുർ യ സ ധർമ്മ. ചുരുക്കി പറഞ്ഞാൽ സർവ പ്രാണികളുടെയും അഥവാ സർവ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്, അവയുടെ ശ്രേയസ്സിന് കാരണമായി വർത്തിക്കുന്നതാണ് ധർമ്മം. ഈ ധർമ്മത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവനെ ധർമ്മം നശിപ്പിക്കും, ധർമ്മത്തെ സംരക്ഷിക്കുന്നവനെ ധർമ്മം സംരക്ഷിക്കും. അതാണ് ധർമ്മത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ തന്നെ പറഞ്ഞു, ധർമ്മത്തിന് എപ്പോഴാണോ ഗ്ലാനി സംഭവിക്കുക അപ്പോഴൊക്കെ അധർമ്മം പെരുകും. അപ്പോൾ ദുഷ്ടനിഗ്രഹാർത്ഥം ശിഷ്ടപരിപാലനാർത്ഥം ഞാൻ വീണ്ടും വീണ്ടും അവതരിക്കും. എനിക്കൊരു സംശയം, ധർമ്മത്തിന് എങ്ങനെയാണ് ഗ്ലാനി സംഭവിക്കുക? ധർമ്മം മുമ്പ് സൂചിപ്പിച്ച അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ലോകത്തെ ധരിച്ചിരിക്കുന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ ലോകമംഗളം കാക്ഷിക്കുന്ന അരൂപിയായ ഒരാശയമല്ലേ ധർമ്മം? ഈ ധർമ്മത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ധർമ്മത്തിന് എങ്ങനെ ഗ്ലാനി സംഭവിക്കുക? ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ധർമ്മഗ്ലാനി എന്ന് നമ്മൾ പറയുന്നത്? ഭഗവാൻ എന്താ അങ്ങനെ പറയാൻ കാര്യം? ധർമ്മത്തിനല്ല ഗ്ലാനി സംഭവിക്കുന്നത്. ധർമ്മം നെഞ്ചേറ്റുന്ന മനുഷ്യൻ്റെ മനസ്സ് സങ്കുചിതമാകുമ്പോൾ അത്രയും ധർമ്മചിന്ത അവനിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും. അത്രയും അധർമ്മചിന്തയും അധർമ്മവൃത്തികളും അവൻ്റെ ഉള്ളിൽ കുടിയേറും. അപ്പോൾ അതിന് പറയുന്നതാണ് ധർമ്മഗ്ലാനി. യഥാർത്ഥത്തിൽ ഈ ധർമ്മഗ്ലാനി സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. സനാതന ധർമ്മത്തിൻ്റെ ലക്ഷണം, അതേക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്ത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.